ഹായ്, നോക്കൂ, എത്ര സുന്ദരമായ കാഴ്ചയാണ്. ജലാശയത്തിൽ പാറക്കൂട്ടങ്ങൾ ഡിസൈൻ വരച്ച് മനോഹരമാക്കിയിരിക്കുന്നു. കണ്ണും കാതും കൂർപ്പിച്ച് വേണം നദീതട തീരയാത്ര. എന്നാലേ ഈ യാത്ര ആസ്വദിക്കാൻ കഴിയൂ. പുഴയുടെ കളകളാരവം, കിളികളുടെ കളകൂജനം, ജലമർമ്മരം, മനസ്സും ശരീരവും കുളിരണിയുന്ന പച്ചപ്പണിഞ്ഞ കാഴ്ചകൾ അതിമനോഹരം. ഇതിലെ ശബ്ദങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യവും എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തതല്ല കേട്ടോ, ഒറിജിനൽ ശബ്ദമാണ്. അവ കേൾക്കാൻ എൻ്റെ ശബ്ദം കുറച്ചേ പറ്റൂ. വിവരണം കണ്ട് മനസ്സിലാക്കുക. നോക്കൂ, ക്ലിയറായിട്ടുള്ള വെള്ളമാണ്. മത്സ്യക്കുഞ്ഞുങ്ങളതാ ഓടി നടക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ്. പാറക്കൂട്ടങ്ങൾ പരന്ന് വിശാലമായി കിടക്കുകയാണ്. പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പാറക്കൂട്ടങ്ങൾ. പണ്ട് യക്ഷികൾ വസിച്ചിരുന്നത് ഇതുപോലുള്ള പനകളിലായിരുന്നു. പുഴ നടത്തം മൂലം നമ്മുടെ തോമസ് സ്കൂൾ കുട്ടിയായിരിക്കുന്നു. നോക്കൂ, ഈ കോൺക്രീറ്റ് തൂണിൽ മരങ്ങളും മരച്ചില്ലകളും അടിഞ്ഞു കൂടിയത് നോക്കൂ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ വലിയ മരങ്ങൾ അടിഞ്ഞു കൂടി അരീക്കോട്ടെ ചാലിയാർ പുഴയിൽ ഒരുക്കിയിട്ടുള്ള ഇരുമ്പ് പാലത്തിൻ്റെ 2 തൂണുകൾ കടപുഴകി. ഒരു അക്വേറിയത്തിലേതുപോലെ വിവിധ വർണ്ണങ്ങൾ, വിവിധ കാഴ്ചകൾ, ആകൃതിയിലും വലിപ്പത്തിലുമൊക്കെ ഉള്ള കല്ലുകൾ. ഇതൊന്നും മനുഷ്യനിർമ്മിതമല്ല കേട്ടോ, പ്രകൃതി തന്നെയാണ് ലോക പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കലാകാരൻ. മരങ്ങൾ കടപുഴകി പുഴയ്ക്ക് വിലങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നോക്കൂ, ഈ പൈപ്പിൽ ഈ ഒരു കഴുങ്ങ് മരത്തിൽ ഒരു കടൽ കാക്ക. അപ്പോൾ കടൽ കാക്ക കടലിൽ മാത്രമല്ല പുഴകളിലും ഉണ്ടാകും എന്ന് മനസ്സിലായല്ലോ.
നോക്കൂ നോക്കൂ, നടന്നു നീങ്ങുന്നത് എത്ര മനോഹരമായ ദൃശ്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 2 കൊക്ക് ഉള്ളതുപോലെ കൊക്കിൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ ദർശിക്കാം. പക്ഷികൾ ധാരാളം ഉണ്ട് ഇവിടെ കേട്ടോ. അതാ ഒരു ഭീകരത അത് കാണുമ്പോൾ. വെള്ളത്തിൽ കിടന്ന് ജീർണിച്ച് പല ആകൃതിയിലായിരിക്കുന്നു. നമ്മളിത് കണ്ട് കണ്ട് തഴഞ്ഞുകൊണ്ട് ഇതാണ് ഒയല എന്ന ചെടി. വെള്ളത്തിലും കരയിലും വളർന്നുണ്ടാകുന്നുണ്ട്. ഇവിടെ കായും അതിൻ്റെ വള്ളിയുമാണ് തോരണങ്ങൾ ചാർത്തിയതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. നമുക്കൊരു പണി ചെയ്താലോ? കയറി പോകണം. ഇവിടെ കയറാൻ പറ്റും. എവിടെ കയറാൻ കുഴപ്പമില്ല, എല്ലാം അറിയുന്നവരാണ്. ഏതാ